നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റബ്ബർ സബ്സിഡി 2,10,000 പ്രിയങ്ക ഭാരതി രജിസ്റ്റർ ചെയ്തു. കാർഷിക യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിലും അറ്റകുറ്റപ്പണികളിലും കോഴ്സ്. വിശദമായ വാർത്തകളിലേക്ക്. ധന കൃഷി വകുപ്പുകൾ, റബ്ബർ ബോർഡ്, NIC എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ റബ്ബർ ഉൽപാദന പ്രോത്സാഹന പദ്ധതിക്കുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി. 2015-16 സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച 300 കോടി രൂപയുടെ വിലസ്ഥിരത ഫണ്ട് ഉപയോഗിച്ച് രൂപം നൽകിയ പദ്ധതിയിൽ 2,10,661 കർഷകർ രജിസ്റ്റർ ചെയ്തു. ഇവയിൽ 97,342 എണ്ണത്തിന്റെ വേരിഫിക്കേഷൻ പൂർത്തീകരിച്ചു. 75,344 എണ്ണം സ്ഥിരീകരിക്കുകയുണ്ടായി. ആലപ്പുഴ തണ്ണീർമുക്കം റൂട്ടിൽ തണ്ണീർമുക്കം സൌത്ത് നാളികേര ഉൽപാദക ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ മൊബൈൽ നീര പാർലർ ആരംഭിച്ചു. നീര കൂടാതെ നീര ജാഗറി, ഹണി, ചോക്ലേറ്റ്, ഉരുക്കു വെളിച്ചെണ്ണ തുടങ്ങിയവയും പാർലറിൽ ലഭിക്കും. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സംസ്ഥാന നടീൽ വസ്തു ഉൽപാദന കേന്ദ്രത്തിൽ നേന്ത്രൻ, ചുവന്ന കപ്പവാഴ, റോബസ്റ്റ ഇനങ്ങളുടെ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0476-2620-290. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിൽ ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് ഓഫ് അഗ്രികൾച്ചർ മെഷീനറീസ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിദ്യാഭ്യാസ യോഗ്യത SSLC. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471-247143. വെബ്സൈറ്റ് www.keralaagro.com. തിരുവനന്തപുരം ബാലരാമപുരത്ത് പ്രവർത്തിക്കുന്ന കോക്കനട്ട് റിസർച്ച് സ്റ്റേഷനിൽ കമുകിൻ തൈകളും കുരുമുളക് വള്ളികളും വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047124000621. ഓച്ചിറ ക്ഷീരോൽപ്പന്ന പരിശീലന വികസന കേന്ദ്രത്തിൽ സെപ്റ്റംബർ 3-4 തീയതികളിൽ ശുദ്ധമായ പാൽ ഉൽപാദനത്തിൽ പരിശീലനം നൽകുന്നു. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0476-269-8550. ഷീറ്റ് റബ്ബർ സംസ്കരണം, തരംതിരിക്കൽ എന്നിവയിൽ റബ്ബർ ബോർഡ് കർഷകർക്ക് പരിശീലനം നൽകുന്നു. സെപ്റ്റംബർ 3-4 തീയതികളിൽ കോട്ടയം റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പരിശീലനം. ഫീസ് 800 രൂപ. കർഷകർക്ക് പുറമെ വ്യാപാരികൾ, ഷീറ്റ് നിർമ്മാതാക്കൾ, റബ്ബർ ഉൽപ്പന്ന നിർമ്മാതാക്കൾ തുടങ്ങിയവർക്കും പരിശീലനം പ്രയോജനപ്പെടും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പറുകൾ 0481-235-1313. മറ്റൊരു നമ്പർ 0481-235-3127. കർഷകർക്ക് ആശ്വാസമായി പ്രധാനമന്ത്രി നടപ്പിലാക്കിയ കൃഷി സിഞ്ചായി യോജന പദ്ധതികൾ. കാർഷിക നഷ്ടത്തിന് 50% നഷ്ടപരിഹാരം. നഷ്ടപരിഹാര അർഹതയ്ക്ക് 50% കൃഷിനഷ്ടം എന്നത് 30% കുറച്ചു. സംഭരണത്തിനെടുക്കുന്ന ധാന്യങ്ങളുടെ ഗുണനിലവാര നിബന്ധനകളിൽ ഇളവ് വരുത്തി. ദുരന്തബാധിതർക്കായി വായ്പാ പദ്ധതികൾ പുനരാവിഷ്കരിച്ചു. കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിൽ നാടൻ കോഴിമുട്ട ഉൽപാദനത്തിൽ ഗ്രാമ സൌഭാഗ്യ പദ്ധതി മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ മഹേഷ് ഉദ്ഘാടനം ചെയ്തു. മോഡൽ പഞ്ചായത്ത് പദ്ധതി പ്രകാരം 4000 മുട്ടക്കോഴികളെ കഴിഞ്ഞ വർഷം കയ്യൂർ ചീമേനിയിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് വിതരണം ചെയ്തിരുന്നു. പദ്ധതിയുടെ തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ വർഷം 3000 മുട്ടക്കോഴികളെ കൂടി വിതരണം ചെയ്യും. നാടൻ കോഴിമുട്ടയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയാണ് ഗ്രാമ സൌഭാഗ്യ ലക്ഷ്യമിടുന്നത്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 11,700 രൂപ, കോഴിക്കോട് 12,800 രൂപ, തൃശൂർ 12,000 രൂപ. കൊപ്ര കൊച്ചി 7,870, കോഴിക്കോട് 8,000, തൃശൂർ 8,140. കുരുമുളക് അൺഗാർബിൾഡ് 63,700, ഗാർബിൾഡ് 66,700. ചുക്കു മീഡിയം 22,000, ബെസ്റ്റ് 23,000. മഞ്ഞൾ സേലം 7,700, മഞ്ഞൾ ഈറോഡ് 8,000. അടയ്ക്ക 22,000-നും 23,000-നും ഇടയിൽ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10,600, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,200. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10,600, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,200. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 11,700, കൊപ്ര 7,870, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100, റോട്ടറി 2,400. കുരുമുളക് അൺഗാർബിൾഡ് 63,700, ഗാർബിൾഡ് 66,700. ചുക്കു മീഡിയം 22,000, ബെസ്റ്റ് 23,000. അടയ്ക്ക പുതിയത് 22,000-നും 23,000-നും ഇടയിൽ.
ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180 മുതൽ 210 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 325 മുതൽ 450 രൂപ വരെ, ജാതിപത്രി 600 മുതൽ 900 രൂപ വരെ, ഗ്രാമ്പു 810 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 10600, റബ്ബർ RSS 4ാം ഗ്രേഡ് 11200, ഒട്ടുപാൽ 7000, ലാറ്റക്സ് 7600 രൂപ. കമ്പോൾ അവലോകനം. ഉത്സവ ആഘോഷങ്ങൾക്ക് പണം കണ്ടെത്താൻ ഏലയ്ക്ക കർഷകർ വൻതോതിൽ ഉൽപ്പന്നം വിൽപ്പന നടത്തി. പ്രമുഖ ലേല കേന്ദ്രങ്ങളിലെല്ലാം വരവ് ഉയർന്നെങ്കിലും ശക്തമായ ആഭ്യന്തര ഡിമാൻഡ് ഏലത്തിന് താങ്ങായി. വണ്ടൻമേട്ടിൽ ഇന്ന് നടന്ന ലേലത്തിൽ വന്ന 57,565 കിലോ ചരക്ക് പൂർണ്ണമായി വിറ്റഴിഞ്ഞു. മികച്ച ഇനങ്ങൾ കിലോഗ്രാമിന് 898 രൂപയിലാണ്. സംസ്ഥാനത്തെ പ്രമുഖ റബ്ബർ വിപണികൾ നിർജ്ജീവാവസ്ഥയിലാണ്. ടയർ കമ്പനികളിൽ നിന്നുള്ള അന്വേഷണങ്ങളുടെ അഭാവം മൂലം സ്റ്റോക്കിസ്റ്റുകളും രംഗത്ത് നിന്നകന്നു. ഇനി ഓണാഘോഷങ്ങൾക്ക് ശേഷമേ വിപണനം പുനരാരംഭിക്കൂ. അന്തർ സംസ്ഥാന വ്യാപാരികൾ ഗാർബിൾഡ് കുരുമുളക് 66,700 രൂപയ്ക്ക് ശേഖരിച്ചു. നിരക്ക് ഉയർന്നിട്ടും ടെർമിനൽ വിപണിയിലേക്കുള്ള ഹൈറേഞ്ച് കുരുമുളക് വരവ് കുറവാണ്. വെളിച്ചെണ്ണ 11,700 രൂപയിൽ വ്യാപാരം നടന്നു. 3 ആഴ്ചയായി എണ്ണ സ്റ്റഡിയിലായി നീങ്ങുകയാണ്. കൊപ്ര വിലയിലും മാറ്റമില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.2, 24.4. കൊച്ചി 31.4, 25.6. ആലപ്പുഴ 33, 26.4. പുനലൂർ 33.6, 22.2. തിരുവനന്തപുരം 33.1, 24.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.